ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചണിലെ കുറച്ച് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഈ ഒരു ഇലക്ട്രിക് കെറ്റിലാണ്. ബട്ടർഫ്ലൈ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് കെറ്റിൽ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ലൊരു ഓഫറിനാണ് ഇത് കിട്ടിയത്. ഇതിലൊരു ഓൾമോസ്റ്റ് 2 ലിറ്റേഴ്സ് വെള്ളം നമുക്ക് ചൂടാക്കാൻ പറ്റും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിൽ പണികളൊക്കെ തീർക്കാൻ വേണ്ടി ഈ ഒരു കെറ്റിൽ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ 2 ഫ്ലാസ്കിലായിട്ട് ഒഴിച്ചു വയ്ക്കും. അപ്പോൾ രാവിലെ തന്നെ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ കുക്കിങ്ങിനും എല്ലാം ഈ ചൂടുവെള്ളം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുക്കിംഗ് വളരെ ഈസി ആക്കുകയും ചെയ്യും. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു യൂസ്ഫുൾ ഐറ്റമാണ്. നിങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്ത ഐറ്റം ഈ ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കിച്ചണിൽ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈൻ അല്ല കേട്ടോ, ഇത് ഹോം സെൻറ്ററല്ല, ഹോം ടൗണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു ഐറ്റമാണ്. ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ചത് അത്യാവശ്യം നന്നായിട്ട് പുറത്തോട്ട് സ്പില്ലായി പോവുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നോസിൽ അതെല്ലാം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഓയിൽ മാത്രമേ പുറത്തോട്ട് വരുള്ളൂ. നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് കൂടുതൽ ഓയിൽ പുറത്തോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ വരുമായിരുന്നു. ഇതാണെങ്കിൽ കറക്റ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ അതൊത്തിരി ഹെൽപ്ഫുള്ളായിട്ടും തോന്നിയിരുന്നു. അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതെന്തോ ഒരു സെയിലിലാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഒരു 300 റേഞ്ചിലാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് റേറ്റ്. അടുത്തത് ഈ റൈസ് കുക്കറാണ്. കുറേ നാളായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചൊരു ഐറ്റമായിരുന്നു. പക്ഷേ അത്ര അത്യാവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഒരു ഐറ്റമായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഹാവൽസിൻ്റെ ഒരു റൈസ് കുക്കറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബസ്മതി റൈസ്, നെയ്ച്ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. നല്ല വിട്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ മോൾക്കൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ കുക്ക് ചെയ്യാം. നമ്മൾ ആവശ്യത്തിന് അരി എടുത്തിട്ട് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ച് ജസ്റ്റ് കുക്ക് മോഡിലിട്ട് കഴിഞ്ഞാൽ താനേ അത് കുക്കാവുമ്പോൾ ഓഫായി കിടന്നോളും. അപ്പോൾ ഓവർ കുക്കാവുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്ലീനിങ് ആണെങ്കിലും ഈ ഒരു പാത്രം മാത്രം കഴുകിയാൽ മതി, ആ ഒരു അലുമിനിയം പാത്രം. ഇതിനകത്ത് ഇങ്ങനെ ഒരു തട്ട് വരുന്നുണ്ട്, അതുപോലെ ഒരു സ്പാച്ചുല, പിന്നെ മെഷറിങ് ഒരു കപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഐറ്റംസ്. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ഐറ്റമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അത്യാവശ്യമല്ല, സ്റ്റിൽ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ കുട്ടികൾക്ക് വൈറ്റ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോൾക്ക് തന്നെയാണെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ കുറച്ചെടുത്ത് കുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവൾക്ക് കുക്ക് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു യൂസ്ഫുൾ ഐറ്റമാണ്. അടുത്തത് 9 പീസിൻ്റെ ഗ്ലാസ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ഇതും ഒരു ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം പല തരത്തിലുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു. സ്ക്വയർ ഉണ്ടായിരുന്നു, റൗണ്ട് ഉണ്ടായിരുന്നു, റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൗണ്ടാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടേബിളിൽ കറികൾ സെർവ് ചെയ്യാനും കൂടി അത് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ഞാൻ 5 ബൗൾസാണ് ഞാൻ വെച്ചത്. ബാക്കി 2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. സ്ക്വയറായിട്ടുള്ള കണ്ടെയ്നേഴ്സും നമുക്ക് ടേബിളിൽ സെർവ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് റൗണ്ടിലുള്ളതാണ്. കുറച്ചുകൂടി നമുക്ക് കറികൾ എടുക്കാനും എല്ലാം നന്നായിട്ട് തോന്നിയത് റൗണ്ടാണ്. അടുത്തത് ഈ 2 ടോൾ ഗ്ലാസ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ്. ഇത് ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ലുലു എന്നാണ് വാങ്ങിച്ചേക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള 2 കണ്ടെയ്നേഴ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഷേപ്പൊക്കെ തുറക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലുള്ള കൗണ്ടറിൽ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമ്മളവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും വിശക്കുമ്പോൾ അവർ അൺഹെൽത്തി ആയിട്ടുള്ളത് എടുക്കാതെ ബദാമും ഡേറ്റ്സും കാഷ്യും എല്ലാം എടുത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണല്ലോ. ആ ഒരു തോട്ട് വെച്ചിട്ടാണ് അങ്ങനെ വാങ്ങിച്ച് അവിടെ വെച്ചേക്കുന്നത്.
അടുത്തത് ദാ ഈ ഒരു സോപ്പ് കാഡി എന്ന് പറയും, അങ്ങനെയാണ് അതിൽ എഴുതിയേക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ പാത്രം കഴുകുന്ന സ്പോഞ്ചെല്ലാം നല്ല കറക്റ്റായിട്ട് എടുത്ത് വെക്കാനും അതുപോലെ ഈ സോപ്പ് കറക്റ്റായിട്ട് നമുക്ക് ഡിസ്പെൻസ് ചെയ്ത് കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമുക്ക് സോപ്പിൻ്റെ ആ സ്ക്രബ്ബ് എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ഐറ്റത്തിൽ തന്നെ കിട്ടുകയും ചെയ്തു. ആ ഒരു നനഞ്ഞിരിക്കുന്ന പ്രോബ്ലം സോൾവ് ആവുകയും ചെയ്തു. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മുക്കി അങ്ങനെയൊക്കെ എടുക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും പറ്റി. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. നല്ല കറക്റ്റായിട്ട് സോപ്പൊക്കെ കറക്റ്റ് ആ സ്ക്രബിലോട്ട് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. താഴത്തെ ആ ബോക്സിൽ നമ്മൾ കറക്റ്റായിട്ട് എത്ര ഡിഷ് വാഷ് ലിക്വിഡ് വേണം അത് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് മേലെ ജസ്റ്റ് സോപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് അതിനകത്തോട്ട് വെള്ളം വരികയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി വരുന്ന ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ ഇതിൻ്റെ യൂസും കാണിക്കാം കേട്ടോ. ഇനി വരുന്നത് ഈ 2 കറി ബൗൾസാണ്. ഇത് 2 ക്യൂട്ടായിട്ടുള്ള കറി ബൗൾസായിട്ട് തോന്നി. കുറച്ച് കുറവായിട്ടുള്ളതാണെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റിയ 2 കറി ബൗൾസാണ്. അത്യാവശ്യം നല്ലൊരു റേറ്റിന് കിട്ടുകയും ചെയ്തു. ഇത് ഓൺലൈനല്ല കേട്ടോ, അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന എല്ലാവരെയും വീട്ടിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുട്ടി മുറമാണ്. പക്ഷേ ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഇത് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഇത് വാങ്ങിയത്. അപ്പോൾ വാങ്ങിയ സ്ഥിതിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഉള്ളി, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളെല്ലാം അടുപ്പിച്ചിരുന്ന് നന്നാക്കുന്ന സമയത്ത് നമുക്കിത് ഈസി ആയിട്ട് വെക്കാം. അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ഹാൻഡി ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ്. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തത് ഈ ഒരു ക്ലീനിങ് ബ്രഷാണ്. 3 എണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിലെല്ലാം കറകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കളയാം എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ ലുലുന്നാണ് കേട്ടോ എടുത്തത്. പക്ഷേ ഇതിൻ്റെ തന്നെ സെയിം റേറ്റിലുള്ള മോഡൽസ് ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും ഞാൻ വരുന്ന വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. കുറേ യൂസ്ഫുൾ ഐറ്റംസ് പരിചയപ്പെടാൻ പറ്റിയില്ലേ? മിക്കതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. എന്നാലും എൻ്റെ കിച്ചണിൽ പുതിയതായിട്ട് ഐറ്റംസ് വന്നപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടി കണ്ടു നോക്കിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ കൂടുതലും ഹോം മാനേജ്മെൻറ്റ് വീഡിയോസാണ് കേട്ടോ വരുന്നത്. ഹോം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് കുക്കിംഗ് ഉണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, ഓർഗനൈസിങ് ഉണ്ടാവും, അതുപോലെ വീട്ടിലെ ജോലികൾ എളുപ്പത്തിൽ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പം ഇതെല്ലാം കൂടി ഒരു ഓൾ ഇൻ വൺ പാക്കേജാണ്. ഇനി വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ വീട് ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ട്രാവലും ചെയ്യണ്ടേ? അപ്പോൾ ഒരു ട്രാവലും കൂടി ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.